പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുൻപായി ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു വചനം ഇതാണ്, ഒരു ഭാഗം ഇതാണ്: നമ്മുടെ തീരുമാനങ്ങളെല്ലാം വിലപ്പെട്ടതാണ്. വിലപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം നമുക്ക് ജ്ഞാനത്തെ തരും. ആ തീരുമാനത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ പലതും അത്ഭുതമായി മാറാൻ വേണ്ടി പോകുന്നു. ഇന്നിന്റെ സിറ്റുവേഷന്റെ അകത്ത് ഒരുപക്ഷെ ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതുപോലെയുള്ള സാഹചര്യത്തിനകത്ത് ആയിരിക്കുന്ന ഒരുപാട് പേരെന്നെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇന്നലത്തെ തോൽവികൾക്കകത്ത് നിന്ന് നിങ്ങൾക്കൊന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ തോൽവികൾക്കകത്ത് ഇരിക്കാതെ ആ തോൽവികൾക്കകത്ത് നിന്ന് എനിക്ക് വിജയിക്കണം, എനിക്ക് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിജയത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം, ആ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം, വലിയ നന്മയിലേക്ക് എനിക്ക് എത്തിച്ചേരണമെന്ന് ബോധ്യമുള്ളവരെല്ലാം ഇന്നിന്റെ സിറ്റുവേഷനകത്ത് ഒരു ഗൗരവമായ തീരുമാനത്തിന് വേണ്ടി തയ്യാറാകണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. തിരുവചനത്തിന്റെ ചരിത്രത്തിനകത്തും ഒരുപാട് വ്യക്തിത്വങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചെടുത്ത തീരുമാനം അവരുടെ മുൻപിൽ വിജയമായി മാറിയിട്ടുണ്ട്. അവരുടെ മുൻപിലുള്ള കാലത്തേക്കാൾ അവരുടെ പിൽക്കാലം ഏറ്റവും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. കാരണം അവരെടുത്ത തീരുമാനങ്ങൾ അവരെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തിരുവചനത്തിലും അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്തിലേക്ക് കണ്ണോടിച്ചാലും നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിച്ച എല്ലാ മനുഷ്യരും തന്നെ ഗൗരവമേറിയ തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണ് അവർ ആ വിജയത്തെ സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് ഇന്നിന്റെ സിറ്റുവേഷനകത്ത് ദൈവാത്മ വളരെ വ്യക്തതയോടെ പറയുകയാണ്, നമ്മൾ ഗൗരവമുള്ളവരാണ്, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്നിന്റെ സിറ്റുവേഷനകത്ത് തീരുമാനം ഒരിക്കലും പരാജയമായി മാറരുത്. പരാജയമായി മാറാതിരിക്കാൻ നാം ദൈവത്തിൽ ആശ്രയിക്കണം. പരാജയം ആയി മാറാതിരിക്കാൻ വചനത്തിൽ ആശ്രയിച്ചു ഒരു തീരുമാനത്തിനകത്തേക്ക് നിങ്ങൾ കടന്നു വന്നാൽ തീർച്ചയായിട്ടും അത് വലിയൊരു വിജയമായി മാറും. മാത്രമല്ല ഒരു വലിയ അത്ഭുതത്തെ അതിനകത്ത് ആ തീരുമാനത്തിനകത്തൂടെ സൃഷ്ടിക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, റൂത്ത് ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷയില്ലാത്ത അന്തരീക്ഷത്തിനകത്താണ് റൂത്ത് ഒരു തീരുമാനമെടുക്കുന്നത്. റൂത്ത് തന്നെ ഏൽപ്പിച്ച ആ പദവിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് ആ പൊസിഷനിൽ നിന്ന് അല്പം പോലും മാറാതെ എടുക്കുന്ന ഒരു തീരുമാനത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് അവളുടെ ജീവിതത്തിൽ വലിയ നന്മയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മാത്രമല്ല വലിയ വിജയത്തിലേക്ക് രൂത്തിന് കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നിന്റെ സിറ്റുവേഷൻ ഒരുപക്ഷെ എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ലാത്ത നിലകളിലായിരിക്കും. പക്ഷെ ദൈവത്തിനെ ആശ്രയിച്ച് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനകത്തൊരു അത്ഭുതം കിടപ്പുണ്ട്. അതിനകത്തൊരു അത്ഭുതത്തെ ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നാം എടുക്കുന്ന തീരുമാനം വളരെ ഗൗരവമുള്ളതാണ്. അതിനകത്ത് അത്ഭുതമുണ്ട്. ആ അത്ഭുതത്തിനകത്ത് നടക്കാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ തോൽവിക്കകത്ത് എന്നും ഇരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അതിനകത്തുനിന്ന് കയറാൻ നമുക്ക് കഴിയത്തില്ല എന്ന് തോന്നിയാലും ദൈവം പറയുകയാണ്, നിന്നെ വിജയിപ്പിക്കുവാനാണ് ഞാൻ ലോകത്തിൽ ഇറങ്ങി വന്നത്. നിന്നെ വിജയകരമായ ഒരു ആത്മീയ അനുഭവത്തെ നൽകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ സിറ്റുവേഷന്റെ അകത്തൊന്ന് വിശ്വസിക്കാമോ? ദൈവത്തിലൊന്ന് വിശ്വസിക്കാമോ? കർത്താവിന്റെ വചനത്തിലൊന്ന് ആശ്രയിക്കാമോ? നാം എടുക്കുന്ന തീരുമാനം എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരും. അതിനകത്ത് വലിയ വിജയത്തെ കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് കൃപ തരും. പലരും തീരുമാനങ്ങൾ എടുത്ത് തെറ്റിപ്പോയിട്ടുണ്ട്. പല തീരുമാനങ്ങൾ നമ്മുടേതൊക്കെ പരാജയമായും തീർന്നിട്ടുണ്ട്. ഈ പരാജയമായി തീർന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്തുനിന്ന് ചിലത് നമ്മൾ പഠിക്കുകയാണ്, അതിനകത്തുനിന്ന് ചിലത് നമ്മൾ പ്രാപിച്ചെടുക്കുകയാണ്, അതിനകത്തുനിന്ന് അടുത്തൊരു ദിവസത്തെ തരണം ചെയ്യാൻ പാകത്തിന് നമ്മൾ കരുത്തരായി മാറുകയാണ്. ഇന്നിന്റെ സിറ്റുവേഷനകത്ത് അങ്ങനെ ഒരു തീരുമാനത്തോടെ പുറത്തു വരാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുത കാര്യങ്ങളെ തുറന്നിടുകയാണ്, അത്ഭുത വഴികളെ ദൈവം തുറന്നിടുകയാണ്, അത്ഭുതകരമായി വിജയത്തെ ദൈവം തുറന്നിടുകയാണ്. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി ആഗ്രഹിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.